ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹൻ വിളിച്ചതിനെ തുടർന്ന് സത്യങ്ങൾ അറിഞ്ഞ തുളസി ആവട്ടെ ബോധം കെട്ട് കിടക്കുകയാണ്. അവിടേക്ക് പ്രസന്നയും മഞ്ജുമയും ഓടിയെത്തി അയാളോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഫോണ് വീട് കിടക്കുന്നത് മഞ്ജുമയുടെ കണ്ണിൽ പെടുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛ ആരാ വിളിച്ചെന്ന്. അങ്ങനെ തുളസിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ശരിയാക്കിയതിന് ശേഷം മഞ്ജുമ നോക്കുമ്പോൾ വിളിച്ചിരിക്കുന്നത് ചന്ദ്രമോഹനാണ്. ചന്ദ്രമോഹൻ സാറോ, എന്തിനാ വിളിച്ചത്? എന്താ കാര്യം പറയും? ആ സത്യം തുളസീധരൻ അങ്ങോട്ട് പറയുകയാണ്. അതായത് മേനോൻ്റെ ഭാര്യ മരിച്ചു എന്നും മേനോൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUയിൽ കിടക്കുകയാണെന്നും ഒരു അപകടത്തെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് പ്രസന്നയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവർക്കും ചെറിയൊരു ബോധക്കേട് വരികയാണ്. തളർന്നങ്ങനെ ഇരിക്കുകയാണ്. അച്ഛ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ആ ചന്ദ്രമോഹൻ പറയുന്നത് എന്താണെന്ന് പ്രസന്ന ചോദിക്കുമ്പോൾ അയാൾ മനോധർമ്മം പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് രണ്ടാളും ആകെ വല്ലാതെ ആവുന്നുണ്ട്. അയ്യോ, അപ്പോൾ നമ്മുടെ മോളുടെ ഭാവിയോ? ഇന്ന് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നമ്മൾ എന്ത് ചെയ്യും? അവർ കഴിയൊഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടാളും വിഷമിക്കുന്നു. ഈ സമയം മഞ്ജുമയാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് പ്രതാപനാവട്ടെ വല്ലാത്ത സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാളാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. അവിടേക്ക് കൃഷ്ണ വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ ഇന്നാണല്ലോ അങ്കിത ചേച്ചിയുടെ ഫ്യൂണറൽ, നമുക്ക് അങ്ങോട്ട് പോകേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടേക്ക് എത്താൻ തന്നെ ഒരുപാട് ലേറ്റ് ആവും. അപ്പോഴേക്കും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്തിനാണ് പോകുന്നത്? അല്ല, അടുത്ത ബന്ധം എന്ന് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ കൃഷ്ണൻ പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല, അവരുടെ ബന്ധുക്കൾ നോക്കിക്കോളും. പക്ഷേ മുകുന്ദേട്ടൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പ്രതാപം പറയുന്നു. അങ്ങനെ കൃഷ്ണയും സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യമോ? ആ കാര്യം പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ വെറുതെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചന്ദ്രമോഹൻ ഫോണിലേക്ക് വിളിക്കുന്നു. അയാളാണെങ്കിൽ കട്ടാക്കി വെക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രതാപേട്ട? കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. ചന്ദ്രമോഹനോട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? അയാളോട് എന്ത് പറയാനാണ്? ആ തുളസീധരനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ശല്യം ചെയ്യുകയാണ് അത്രേ, കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്നറിയാതെ. ഇത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അയാളൊരു മനുഷ്യനല്ലേ, അയാൾക്ക് എന്തെങ്കിലും ചെയ്തൂടെ? പിന്നെ ചന്ദ്രമോഹനോട് ഒരു കാരണവശാലും മുകുന്ദേട്ടൻ്റെ ബന്ധുക്കൾ നമ്മളാണെന്ന് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ വകതിരിവുള്ളൊരു കൂട്ടത്തിലാണ്. അയാൾ ഒരിക്കലും പറയില്ല. പിന്നെ ചന്ദ്രമോഹൻ ഹാൻഡിൽ ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. എങ്കിൽ പിന്നെ പ്രതാപേട്ടൻ എത്രയും പെട്ടെന്ന് അയാളെ വിളിച്ച് കാര്യങ്ങൾ പറയേ, അല്ലാതെ വേറെ രക്ഷയില്ലെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രതാപനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ റൂമിൽ അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അവിടേക്ക് മഞ്ജിമ വരികയാണ്. മഞ്ജിമ പറയുന്നുണ്ട്, ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അങ്ങനെ മീനാക്ഷി ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി, ഒരു ആക്സിഡൻറ്റ് പറ്റി മേനോൻ സാറുടെ ഭാര്യ മരണപ്പെട്ടു. ഞാൻ എല്ലാം കേട്ടടി അച്ഛൻ പറയുന്നത്. ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ വളരെ സീരിയസ് ആയി വെന്റിലേറ്ററിലാണത്രേ. എന്ത് ചെയ്യും? ചേച്ചി എന്താ ഇങ്ങനെ ഒന്നും അറിയാത്ത ഇവൾ സംസാരിക്കുന്നത്? ഇനി നമ്മൾ ഈ കുഞ്ഞിന് എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ ഈ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണം. നാളെ അടുത്ത താമസക്കാർ വരും. ഒഴിഞ്ഞു കൊടുക്കാം. ചേച്ചി, നമ്മൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്നെയും കുഞ്ഞിനെയും എവിടെയെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ മാത്രമായിട്ട് പോയിക്കോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ഞങ്ങൾ എവിടെ ഉപേക്ഷിക്കാനാണ്? അല്ലാതെ ഞാനെന്ത് പറയാൻ? ചേച്ചി, ചന്ദ്രമോഹൻ സാറായിരുന്നല്ലോ ഇതിനെല്ലാം പിന്നിൽ. അയാളാണെങ്കിൽ കൈ ഒഴിഞ്ഞ മട്ടാണ്. കുഞ്ഞിനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചിയുടെ ഫോണിൽ ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ച് വേഗം തന്നെ മഞ്ജിമ ചന്ദ്രമോഹനെ വിളിക്കുകയാണ്. ചന്ദ്രമോഹൻ കരുതുന്നത് മീനാക്ഷി എന്നാണ്. മീനാക്ഷി പറയും, സാറേ ഇത് മീനാക്ഷിയല്ല മഞ്ജിമയാണ്. മഞ്ജിമ പറയും, സാറേ ഞങ്ങൾ ഈ കുഞ്ഞിന് എന്താ ചെയ്യേണ്ടത്? നാളെ തന്നെ ഞങ്ങൾക്ക് ഈ വീട് ഒഴിഞ്ഞു കൊടുത്തേ മതിയാകുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയാനാ? അറിയാമല്ലോ കാര്യങ്ങളൊക്കെ മഞ്ജിമയും അറിഞ്ഞു കാണുമല്ലോ. പെട്ടെന്നാണ് കുഞ്ഞിനെ വളർത്തുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ മേഡം മരിച്ചു പോയത്. അതും അപകടമല്ലേ? അപകടത്തെ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് കഴിയില്ലല്ലോ. ഇന്നലെ തന്നെ കുഞ്ഞിനെ വാങ്ങാനായിട്ട് അവർ വരുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ? ഇനി വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ സാറ് മാത്രമേ ഉള്ളൂ. ബോധം തെളിയാതെ അങ്ങേരുടെ അവസ്ഥയും എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നുമില്ലാതെയാണ് അങ്ങേര് അവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ബോധം തെളിയോ എന്ന് തന്നെ സംശയമാണെന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്നാണോ? അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവിതം ഭാവിയൊക്കെ? അതൊന്നും എന്നോട് ചോദിക്കേണ്ട. കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടതാണ്. എനിക്കിനി ഇതിലൊന്നും പറയാനില്ല. അല്ല, അപ്പോൾ മേഡത്തിൻ്റെ ബന്ധുക്കാർ ഈ കുട്ടീനെ ഏറ്റെടുത്ത് വളർത്തില്ലേ? മേനോൻ സാറിൻ്റെ ബന്ധുക്കാരോ? മേഡത്തിൻ്റെ ബന്ധുക്കാരെക്കുറിച്ച് എനിക്കറിയില്ല. അവരുടെ നാട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ മേനോൻ സാറിന് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. ആകെയുള്ളത് മേനോൻ സാർ മാത്രം. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. അവൾ മീനാക്ഷിയെ നോക്കുന്നു. അങ്ങനെ മഞ്ജിമയോട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് ചോദിക്കും, എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നുണ്ട്, ചേച്ചി ആ ചന്ദ്രമോഹൻ സാറ് കൈ ഒഴിഞ്ഞ മട്ടിലാണെന്ന് പറയുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവൾ കുഞ്ഞിനെ തൊട്ടിലിൽ ആട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോഡ് കയറ്റിയ വണ്ടിയിലെ പണിക്കാർ തുളസീധരനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ ചേട്ടാ, ഇത് എന്താണ് തീരുമാനത്തിലെത്തണമല്ലോ.
ഇത് വാടക വീട്ടിലേക്ക് കൊണ്ടുപോകണമോ അതോ ഇവിടെ തന്നെ ഇറക്കി വെക്കണമോ? ഇറക്കി വെക്കുകയാണെങ്കിൽ കയറ്റു കൂലിയും ഇറക്കു കൂലിയും ഒക്കെ തരേണ്ടി വരും. ഇനി ആശാനോട് ഞങ്ങൾ എന്ത് പറയാനാ? ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും കൊണ്ടുപോയേ മതിയാകൂ. അങ്ങനെ പറയുമ്പോൾ തുളസീധരൻ പറയുന്നുണ്ട്, ഒരു തീരുമാനത്തിലെത്തട്ടെ, വരാമെന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല. അയാൾ വന്നിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ആ എങ്കിൽ ശരി, ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് വരാം, ഞങ്ങൾ പറയുന്ന കൂലി തന്നേക്കണം. ആ ശരി, എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് തുളസീധരനാണെങ്കിൽ അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. പിന്നീട് തുളസി നേരെ വരുന്നത് മീനാക്ഷിയുടെ റൂമിലേക്കാണ്. മീനാക്ഷി ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. എടി മീനാക്ഷി, നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കുന്നു. എന്ത് ചെയ്യാനച്ചാ? എനിക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. കരാർ പ്രകാരം അവർ ആ കുഞ്ഞിനെ വന്ന് വാങ്ങിയിട്ട് പോകേണ്ട ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്ന് പ്രസവിച്ചപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും കൈമാറിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാണിച്ച മനസാക്ഷിയുടെ തിരിച്ചടിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛാ ഏത് കരാറിനെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കുന്നത്? 15 ലക്ഷം അച്ഛൻ്റെ കീശയിലേക്ക് ഇട്ട് തന്ന മേനോൻ സാറും അച്ഛനും തമ്മിലുള്ള കരാറാണോ? അച്ഛാ, ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. മേനോൻ സാറ് ചില്ലറ കാശല്ല തന്നിരിക്കുന്നത്. അയാൾ ഒരുപാട് പൈസ തന്നു. അയാളുടെ കുഞ്ഞാണ് ഈ കിടക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞും തമ്മിൽ വലിയൊരു കരാറുണ്ട്. എന്താണെന്നറിയോ? അമ്മയും മകളും എന്നുള്ള ബന്ധം. ഈ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കാനോ? ഒരിക്കലും അതിനെനിക്ക് പറ്റില്ല. ഞാൻ അതിൻ്റെ അമ്മയാണ്, സ്വന്തം അമ്മ. കുഞ്ഞിനെ വളർത്തുമെന്ന് പറഞ്ഞിരുന്ന അയാളുടെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നു. പിന്നെ മേനോൻ സാറാണ്, അയാൾ എങ്ങോട്ടും ഇല്ലാതെ കിടക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ വിട്ടുകളയുന്നത്? എനിക്ക് പറ്റില്ല. ഇടി കല്യാണം കഴിക്കാത്ത 2 പെൺമക്കളുണ്ടെന്നാണ് ഞാൻ ആ അയൽക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ഏത് അയൽക്കാർ? അച്ഛൻ എന്തിനാ എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആരൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണമെന്നുണ്ടോ? അല്ല, ആകാശം പിളർന്നു വീഴുമെന്നില്ലല്ലോ. സത്യം പറയേണ്ടവരടുത്ത് മാത്രം പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ മതിയെന്ന് തുളസീധരനോട് മീനാക്ഷി പറയുന്നു. നീ ഇങ്ങനെയൊന്നും പറയണ്ട, ഇതിനെ വല്ല അനാഥാലയത്തിലാക്കത്തായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അവിടേക്ക് മഞ്ജിമയും വരികയാണ്. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ നോക്ക്, ഇതൊരു മനുഷ്യക്കുഞ്ഞാണ്. മാത്രമല്ല ഇത് ചേച്ചിയുടെ വയറ്റിൽ ജനിച്ചതാണ്. അതിനോട് നമുക്ക് കുറച്ചൊക്കെ കടമയുണ്ട്. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് അതിൻ്റെ അച്ഛൻ വന്ന് ആ കുഞ്ഞിനെ തിരികെ ചോദിക്കുകയാണെങ്കിൽ അനാഥാലയത്തിൽ നിന്ന് നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്കിതിനെ കുറച്ചുകൂടി ദിവസം വളർത്തിയേ മതിയാകൂ. അങ്ങനെ തുളസീധരൻ പറയുന്നുണ്ട്, എടി നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മഞ്ജിമേ, നീ ഇതൊക്കെ പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകും. എല്ലാ കാര്യങ്ങളും പിന്നെ ഫേസ് ചെയ്യേണ്ടത് ഞാനും ഇവരൊക്കെയാണെന്ന് പറയുമ്പോൾ വീണ്ടും മീനാക്ഷി പറയുന്നു, ആരോടത്തും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. ചോദിക്കുന്നവർ ചോദിച്ചുകൊണ്ടേ ഇരുന്നോട്ടെ. ഇത് കേട്ട് തുളസീധരൻ പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നെ ചതിച്ചു എന്നൊക്കെ. അങ്ങനെ മീനാക്ഷി പറയുകയാണ്, ഏതെങ്കിലും അനാഥാലയത്തിൽ വളരേണ്ട കുഞ്ഞല്ല എൻ്റെ ഈ കിടക്കുന്ന കല്ലുങ്ങൾ. അവൾ ആരെങ്കിലും തരുന്ന ഡ്രസ്സിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ വേണ്ടി കാത്തിരിക്കേണ്ടവളല്ല, രാജകുമാരിയാണ്. അവളെ ഞാൻ വളർത്തു വച്ചാൽ എൻ്റെ മകളായിട്ട്. ഇത് നിനക്കൊരു ഭാവിയും ജീവിതമൊക്കെ ഇല്ലേ? എന്ത് ഭാവി ജീവിതം? എൻ്റെ മോളെ ഉപേക്ഷിച്ച് എനിക്കൊരു ഭാവിയും വേണ്ട, ജീവിതം വേണ്ട. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മീനാക്ഷി തറപ്പിച്ച് പറയുന്നു. തുളസീധരനാണെങ്കിൽ ഇതൊക്കെ കേട്ട് മീനാക്ഷിയുടെ ആ ഒരു മനോഭാവം മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അയാളാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ രാത്രി കൂടിയുള്ളൂ അവരുടെ ആ വാടക വീട്ടിലെ താമസം. അത് കഴിഞ്ഞാൽ മാറണമെന്ന് തുളസീധരൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മീനാക്ഷിയാണെങ്കിൽ അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.